ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കർത്താവിന്റെ വചനം നൽകുന്ന ഒരു സന്ദേശം. ഇരുമ്പാണിമേൽ തൊഴിച്ചാൽ അപകടം നിനക്ക് തന്നെയാണ്. പൗലോസിന്റെ മാനസാന്തര കഥയുമായി ബന്ധപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ, ദൈവം നൽകിയ ഒരു വെളിപ്പെടുത്തൽ. അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് എൻ്റെ മാനസാന്തര കഥ. അതുപോലെ തന്നെ 26-ാം അധ്യായം, അപ്പോസ്തല പ്രവർത്തനം 26-ാം അധ്യായം, അവിടെയും 14-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, സാവൂൾ സാവൂൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു. ആ കൂടെ പറയപ്പെട്ട ഒരു കാര്യമാണ്, ഇരുമ്പാണിമേലാണ് നീ തൊഴിക്കുന്നത്. ഇതുമൂലം വരാവുന്ന അപകടം വളരെ വലുതാണ് എന്നുള്ളത് ദൈവവചനം വ്യക്തമാക്കുന്നുണ്ട്. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്, പറഞ്ഞു കേട്ടതാണ്. ഒരുത്തന് ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭ്രാന്ത്, ക്രിക്കറ്റ് ഭ്രമം. അപ്പോൾ ഈ കളിയൊക്കെ ഉള്ളപ്പോഴത്തേക്കും അവന് കുടിക്കാനുള്ള വെള്ളവും അതിന് ഗ്ലാസ്സും ഒക്കെ ആയിട്ട് അവനിരിക്കും. ടീപ്പോയുടെ മുമ്പിലോ അല്ലെങ്കിൽ ടേബിള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ സൈഡിലുണ്ടാകും. ഇതൊക്കെ വെക്കാൻ ഒരു ദിവസം അവൻ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അവന് അവൻ്റേതായിട്ടുള്ള ഒരു ഇഷ്ടമുള്ള ടീമുണ്ട്. കളി മൂത്ത് അവസാനം ഇവൻ്റെ ടീം തോക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ആ ദേഷ്യത്തിൽ അവൻ കുടിക്കാനായിട്ട് വെച്ചിരുന്ന വെള്ളവും ഗ്ലാസ്സും എടുത്ത് അവൻ ആ ദേഷ്യത്തിൽ ടേബിളിനോട്ട് ഒരൊറ്റ ഇടി. ഗ്ലാസ് പൊട്ടി, അവൻ്റെ കൈ മുറിഞ്ഞു. ഏതാണ്ട് ഇരുമ്പാണിമേൽ തൊഴിച്ചതുപോലെയായിരുന്നു ആ ഒരു സംഭവം. അവൻ്റെ ആ ഒരു ഭ്രമം കാരണം, അവൻ്റെ ആ ഒരു ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതെ വന്നപ്പോൾ അവൻ ചെയ്ത ഒരു കാര്യം അവന് തന്നെ വിനയായി മാറി. ഏതാണ്ട് ഇതുപോലെയല്ലേ കർത്താവ് വചനത്തിൽ പറയുക, സാവൂൾ സാവൂൾ നീ തൊഴിക്കുന്നത് ഇരുമ്പാണിമേലാണ്, അത് നിനക്ക് വലിയ അപകടം വരുത്തും എന്നുള്ളത് കർത്താവ് തന്നെ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ ആഴമായിട്ട് വിചിന്തനം ചെയ്യാം. ആദ്യമായിട്ട്, ഇരുമ്പാണിമേൽ തൊഴിക്കുന്നതിന് അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നാം വരുന്നതിന് പ്രധാനമായ ഒരു കാരണം അഹങ്കാരമാണ്. അഹങ്കാരികളാണ് പലപ്പോഴും ഇരുമ്പാണിമേൽ തൊഴിക്കുന്നവരുടെ ആ ഒരു ഗണത്തിൽപ്പെടുക. നമുക്ക് ഏതാനും ബൈബിൾ കഥാപാത്രങ്ങളെ എടുക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇരുമ്പാണിമേൽ തൊഴിച്ച സാവൂളിനെ കുറിച്ച് ഈ 2 അധ്യായങ്ങളിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 8-ാം അധ്യായം ആദ്യ വചനം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് സഭയെ പീഡിപ്പിച്ച സാവൂൾ. ക്രിസ്തുമതം സ്വീകരിച്ചവരെ കണ്ടുപിടിച്ച് വീട്ടിൽ നിന്നും വലിച്ച് വഴിയിലൂടെ എഴിച്ച് ജയിലടച്ച ഒരു വ്യക്തിയാണ് സാവൂൾ എന്നുള്ളത് ഈ അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 8-ാം അധ്യായം 3 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, വീടുതോറും കയറിയിറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിഴച്ചു കൊണ്ടുവന്ന് തടവിലാക്കിയവൻ. 9-ാം അധ്യായം ആദ്യ വചനങ്ങൾ വായിക്കുമ്പോൾ ഈ സാവൂളിനുണ്ടായ മാനസാന്തരം, യേശു അവൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു അനുഭവം, എൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ്, അതാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുക. അതിൻ്റെ ഭാഗമായിട്ട് അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അവനെ കൈക്ക് പിടിച്ച് ഒരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തി. 9-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു, 3 ദിവസം അവനൊന്നും കണ്ടില്ല, 3 ദിവസം അവനൊന്നും ഭക്ഷിച്ചില്ല, ആ 3 ദിവസം അവനൊന്നും പാനം ചെയ്തില്ല. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനയിൽ മുഴുകുന്ന സാവൂളിനെ കാണാൻ പറ്റും. അവിടെ നിന്ന് അവൻ പുറത്തു വന്നത് പൗലോസായിട്ടാണ്. പിന്നെ 10-ാം അധ്യായം തുടങ്ങി മുമ്പോട്ട് വായിച്ചു കഴിഞ്ഞാൽ തീഷ്ണമതിയായ ഒരു മിഷണറി ആയിട്ട്, മിഷൻ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിയായിട്ട് പൗലോസിനെ നമുക്ക് കാണാൻ പറ്റും. രണ്ടാമതായിട്ട് നമുക്ക് ഒരു ബൈബിൾ കഥാപാത്രത്തെ കാണാൻ പറ്റും. അതാണ് സെന്നക്കെരിബ്, ഇരുമ്പാണിമേൽ തൊഴിച്ചവൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. 2 ദിനവൃത്താന്തം 32-ാം അധ്യായം 15 മുതൽ വായിക്കുമ്പോൾ അവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എൻ്റെ പിതാക്കന്മാരുടെയോ എൻ്റെയോ കയ്യിൽ നിന്ന് ഒരു ദേവനും ആരെയും രക്ഷിക്കാൻ പറ്റിയിട്ടില്ല, പിന്നെയാണോ നിങ്ങളുടെ ദൈവം നിങ്ങളെ രക്ഷിക്കാൻ പോവുക? അങ്ങനെ വീമ്പടിച്ച ഒരു വ്യക്തിയാണ് സെന്നക്കെരിബ്. അവൻ പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ ദൈവത്തെക്കാൾ ശക്തനാണ്, എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല എന്ന് സംസാരിക്കുന്നത് ഈ വചനഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. യെശയ്യാ 37 29-ാമത്തെ വചനം എടുത്താൽ ഈ രീതിയിൽ ഇരുമ്പാണിമേൽ തൊഴിച്ചവനുള്ള ശിക്ഷ എന്താണെന്ന് കർത്താവ് അവിടെ സൂചിപ്പിക്കുന്ന കാണാൻ പറ്റും. നീ എന്നോട് കോപിക്കുകയും നിന്റെ അഹങ്കാരം ഞാൻ കാണുകയും ചെയ്തതുകൊണ്ട് ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, എൻ്റെ കൊളുത്ത് നിന്റെ മൂക്കിലും കടിഞ്ഞാൺ നിന്റെ വായിലുമിട്ട് നീ വന്ന വഴിയെ നിന്നെ തിരിച്ചോടിക്കും. ഇത് ചെറിയ ശിക്ഷാ നടപടിയാണോ? അല്ല എന്ന് നമുക്കറിയാം. കർത്താവ് സെന്നക്കെരിബിന് കൊടുത്ത ഒരു വാണിങ്, ഒരു മുന്നറിയിപ്പ് ഈ വചനഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. 2 ദിനവൃത്താന്തം 32 21 മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, ദൈവം ഒരു ദൂതനെ അയച്ച്, സെന്നക്കെരിബിൻ്റെ പാളയത്തിലേക്ക് ഒരു ദൂതനെ അയച്ച് 1,85,000 ഭടന്മാരെ വധിച്ചു. 2 രാജാക്കന്മാർ 19:35 കൂടി എടുക്കുമ്പോൾ ഈ നമ്പരൊക്കെ അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ഈ സെന്നക്കെരിബിൻ്റെ അന്ത്യം എങ്ങനെയായിരുന്നു?
അവൻ്റെ തന്നെ പുത്രന്മാർ വന്ന് അവനെ വാളിനിരയാക്കി, അവൻ്റെ തലവെട്ടി മാറ്റി. അതാണ് ഇരുമ്പാണിമേൽ തൊഴിച്ച സെന്നക്കെരുവിന് സംഭവിച്ചത് എന്ന് ഈ അധ്യായം വായിക്കുമ്പോൾ കാണാൻ പറ്റും. മറ്റൊരു ബൈബിൾ കഥാപാത്രം ഇരുമ്പാണിമേൽ തൊഴിച്ച വ്യക്തി എന്ന് പറയാവുന്ന വ്യക്തിയാണ് അന്ത്യോക്കസ്. അവന് അഹങ്കാരം കൊണ്ട് ഉന്മത്തനായിരുന്നു. 5-ാം അധ്യായം 2 മക്കബായർ 5:21 വായിക്കുമ്പോൾ അത് കാണാൻ പറ്റും. 2 മക്കബായർ 9-ാം അധ്യായം വായിക്കുമ്പോൾ അന്ത്യോക്കസിന്റെ അന്ത്യം. അവന്റെ അഹങ്കാരം മൂലം പലവിധ പ്രശ്നങ്ങള്, തോൽവി, രോഗം, ദുരിതം ഇതെല്ലാം അവന്റെ ജീവിതത്തിലേക്ക് വന്നു. എന്നിട്ടും അവനൊന്നും എളിമപ്പെടാൻ പറ്റിയില്ല. അവൻ വീറോടെ വാശിയോടെ യഹൂദർക്കെതിരായി നീങ്ങുന്ന, ദൈവത്തിന്റെ പദ്ധതിക്കെതിരായി നീങ്ങുന്നത് കാണാൻ പറ്റും. അവസാനം ജീവിച്ചിരിക്കെ അവന്റെ ശരീരം പുഴുവരിക്കുന്ന ഒരു പരിതാപകരമായ ഒരവസ്ഥയുണ്ടായി. നമ്മൾ എളിമപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിന് പകരം അഹങ്കാരത്തിൽ തുടർന്നാൽ സംഭവിക്കാവുന്ന എന്താണെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവസാനമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അബ്സലോം. ദാവീദിന്റെ മകൻ അബ്സലോം. ദാവീദിനെ പോലും വകവരുത്താനായിട്ട് ആഗ്രഹിച്ച് അതിനെ ഇറങ്ങിത്തിരിച്ച ഒരു വ്യക്തിയായിരുന്നു അബ്സലോം. ദാവീദിന്റെ തന്നെ ഭാര്യമാരെ പബ്ലിക്കായിട്ട് പ്രാപിച്ച ഒരു വ്യക്തിയാണ് അബ്സലോം. പക്ഷെ അബ്സലോമിന്റെ അന്ത്യം എങ്ങനെയായിരുന്നു എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2 സാമുവേൽ 16-ാം അധ്യായം 22-ാമത്തെ വചനത്തിലാണ് ദാവീദിന്റെ തോഴിമാരെ, അപ്പന്റെ തോഴിമാരെ പ്രാപിക്കുന്ന അബ്സലോം. ഇനി അവനെ കൊല്ലാനുള്ള വാശിയോടെ ഇറങ്ങിത്തിരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും 2 സാമുവേൽ 17-ാം അധ്യായം വായിക്കുമ്പോൾ. എങ്ങനെയാണ് അവൻ വധിക്കപ്പെട്ടത് എന്ന് 2 സാമുവേൽ 18:9 മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അവനൊരു ഓക്കുമരത്തിൽ തൂങ്ങിക്കിടന്നു. അവൻ്റെ മുടി ആ ഓക്കുമരത്തിൽ ഉടക്കി അവൻ കുതിരപ്പുറത്ത് യാത്ര ചെയ്തപ്പോൾ ഉണ്ടായ കാര്യമാണ്. എന്നിട്ട് അവിടെ തൂങ്ങിക്കിടന്നപ്പോൾ അവൻ്റെ ശത്രുക്കൾ വന്നിട്ട് കുന്തം കൊണ്ട് അവനെ കുത്തിക്കൊല്ലുന്നതായിട്ട് നമുക്കവിടെ കാണാൻ പറ്റും. പറയുന്നുണ്ട്, അഹങ്കാരം മൂലം ഇരുമ്പാണിമേൽ തൊഴിച്ചവർക്കൊക്കെ അവരുടെ അന്ത്യം എത്ര പരിതാപകരമായിരുന്നു എന്ന് ഈ ബൈബിൾ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവത്തിന് മുമ്പിൽ എളിമപ്പെട്ട് ദൈവഹിതം അംഗീകരിച്ച് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അഹങ്കാരികളുടെ മാനസാന്തരം ഒരു കോമൺ നിയോഗമായി വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നല്ലവനും ലോകരക്ഷകനുമായ ദൈവമേ, ഈ നോമ്പുകാലം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടമായാൽ അവൻ എന്ത് നേടി എന്നരുൾ ചെയ്ത ദൈവമേ, ആത്മീയ നന്മകളാൽ ഞങ്ങളെ അലങ്കരിക്കുകയും ആത്മരക്ഷ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കുകയും ഈ ആരാധനയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ നിറവേറ്റി തരികയും ചെയ്യണമേ. ആമേൻ. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അവിടുന്ന് കൈക്കൊണ്ട് ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും നമുക്ക് നാളെ ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.